വെൽക്കം ഓൾ. ബീജിംഗ് ചൈന ചാപ്റ്റർ 3യിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ബീജിങ്ങിലെ ഒരു ഉൾഗ്രാമത്തിലൂടെയാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകമഹാത്ഭുതങ്ങളിലൊന്നായ നമ്മുടെ ചൈനയുടെ വൻമതിൽ കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബീജിങ്ങിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്, ബീജിംഗ് സിറ്റി സെൻറ്ററിൽ നിന്ന് തുടങ്ങിയ ഒരു യാത്രയാണ്. മണിക്കൂറുകൾ പിന്നിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു കാടൊക്കെ കൂടിയ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. വളരെ കാടും മലയും അതുപോലെ തന്നെ പർവ്വതങ്ങളും ഇതെല്ലാം കൂടിയ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു തണുപ്പൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ട്രെയിൻ ഗതാഗതമൊക്കെ ഉണ്ട് അവിടെ. റെയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൃഷിയിടങ്ങളുണ്ട്, അതുപോലെ തന്നെ കാടുണ്ട്, മലയും അങ്ങനത്തെ വന്യജീവികളും എല്ലാം ഉള്ളൊരു ഏരിയ ഒക്കെ കൂടെ കടന്നാണ് നമ്മൾ ഈ ഒരു ടാർഗറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൂരെ കാണാം ഒരു വാച്ച് ടവറാണ് മുകളിൽ കാണുന്നത്. ഇതിനപ്പുറം മംഗോളിയ എന്ന രാജ്യമാണ് ഇതിനപ്പുറം. അതിൻ്റെ ഒരു വാച്ച് ടവറും കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ കടന്നുകൊണ്ട് നമ്മുടെ വാഹനം ഇങ്ങനെ യാത്രയാവുകയാണ്. മൈക്കിലൂടെ നമ്മുടെ ടൂർ ഗൈഡ് എന്തെല്ലാമോ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചൈനീസ് കലർന്ന ഇംഗ്ലീഷിലൂടെ എന്തെല്ലാമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളെ പറ്റിയും. ഈ സ്ഥലങ്ങളൊക്കെ മഞ്ഞുകാലത്ത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ മഞ്ഞുകൊണ്ട് മൂടി കിടക്കുന്ന ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ സമയത്ത് യാത്രയ്ക്ക് ശേഷം നമ്മൾ ചൈന വൻമതിലിന് ബേസിലെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് സഞ്ചാരികളെല്ലാം തമ്പടിക്കുന്നൊരു സ്ഥലം. വാഹനങ്ങളൊക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ വാഹനങ്ങളൊക്കെ നിർത്തിയതിന് ശേഷം നമുക്ക് ചൈന മതിൽ കയറുവാനുള്ള എൻട്രി പോയിന്റിലൂടെ ടിക്കറ്റൊക്കെ എടുത്ത് കയറാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സഞ്ചാരികൾക്ക് വിശ്രമത്തിനും അതിനു വേണ്ട സൗകര്യങ്ങളും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് സഞ്ചാരികൾക്കായിട്ടുള്ള. കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും സഞ്ചാരികൾ എത്തുന്ന ഒരു ബേസ് പോയിന്റ് തന്നെയാണിത്. കാരണം ചൈനയുടെ വൻമതിൽ എന്ന് പറഞ്ഞാൽ ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നാണെന്ന് തന്നെ അറിയാലോ. അപ്പോൾ അതിൻ്റേതായുള്ള ഒരു സ്പെഷ്യാലിറ്റി ഈ ഒരു സ്ഥലത്തിനുണ്ട്. ഈ പ്രദേശമൊക്കെ ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്ന, ഐസ് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാകുന്ന ഒരു പ്രദേശം തന്നെയാണ്. ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഏകദേശം ഐസൊന്നും ഇല്ല. അത് നോർമൽ തണുപ്പുള്ള നല്ലൊരു ക്ലൈമറ്റിലാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബസ് ഓൾമോസ്റ്റ് അവിടെ എത്തിച്ചേർന്നു. ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു മതിലിൻ്റെ ഒരു വലിപ്പം, ഒരു ഭീകരത, അതിൻ്റെ ഒരു വ്യാപ്തി എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാം. പഴയ മലകളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോവുകയാണ് ഈ ഒരു മല. പാമ്പ് പോകുന്നത് പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ വാച്ച് ടവർ ഉണ്ട്. നോക്കുക, നല്ല രീതിയിൽ എത്രയോ ആളുകൾ അതിനകത്ത് കൂടെ കയറി പോകുന്നുണ്ട്. അതിന് മുകളിൽ കൂടെ നടപ്പാതയിലൂടെ കയറി പോവുകയാണ്. എന്തൊരു ലക്ഷ്യം വെച്ച് പോകുന്ന പോലെയാണ് പോകുന്നത്. പക്ഷേ ഒരുപാട് പ്രത്യേകമായിട്ട് നമുക്കതിൽ പറയാനുള്ളത് ഇങ്ങനെ നടന്ന് അതിന് മുകളിൽ ഓരോ മലയുടെ മുകളിലേക്ക് കയറി പോവുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ക്യാമറയ്ക്ക് വേണ്ടിയുള്ള ഡാൻസാണ് കണ്ടത്. എന്നിരുന്നാലും നമ്മളിവിടെ ഇറങ്ങി, സ്ഥലത്തൊക്കെ ഇറങ്ങി. ഇനി എന്തായാലും ഈ ഒരു ചൈന മതിൽ കയറി ഒന്ന് കീഴടക്കുക, അതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ ഇറങ്ങിയത്. നല്ല രസകരമായൊരു കാലാവസ്ഥയായിരുന്നു. അധികം വെയിലോ ചൂടോ ഒന്നുമില്ല, നോർമലായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. ഇത് ചൈന മതിലിൻ്റെ ഒരു മാപ്പാണ്. ഈ ഒരു മാപ്പിൽ മംഗോളിയ ബോർഡറിലൂടെയാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ നിർമ്മിതി ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു മതിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ മഹാത്ഭുതങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാം. പലരും പറയുന്നുണ്ട്, അതായത് നമുക്ക് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ചന്ദ്രനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു മനുഷ്യനിർമ്മിതമായ ഒരു വസ്തുവാണ്. അത് തെറ്റായിട്ടുള്ള ഒരു ധാരണ തന്നെയാണ്. ബഹിരാകാശത്തു നിന്നൊക്കെ ഏകദേശം നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അത്രയും ദൂരത്തു നിന്ന് കാണാൻ പറ്റുന്നൊരു മതിലൊന്നല്ല അത്. എന്തായാലും ഇതിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത്, എല്ലാ ശാഖകളും എല്ലാം അടക്കം ഇതിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് 6325 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്.
അതായത് ലോകത്തിലെ നമ്മുടെ ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയൊരു വസ്തു തന്നെയാണിത്, ഈ ഒരു വസ്തു എന്ന് പറയുന്നത്. ഇത് ക്രിസ്തുവിന് മുമ്പ് ഒരു 3-ാം നൂറ്റാണ്ടിൽ കിൻ സാമ്രാജ്യകാലത്താണ് ഇതിൻ്റെ പണി ആരംഭിക്കുന്നത്. എന്നാൽ അതിന് മുമ്പ് തന്നെ പ്രതിരോധത്തിനായി പ്രാകൃതമായി മൺമതിലുകൾ ചൈനക്കാരുണ്ടായിക്കൊണ്ടിരുന്നിരുന്നു. ആ കാലത്ത് ഒരു ഗോത്രവർഗ്ഗക്കാരായിരുന്നു ഇതൊക്കെ നിർമ്മിച്ചിരുന്നത്. 7-ാം നൂറ്റാണ്ടിൽ ചു രാജവംശം ഇത്തരം മതിലുകളെ ബലപ്പെടുത്തുന്നതായിട്ട് നമ്മൾ പല രേഖകളിലും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള പല രാജവംശങ്ങൾ നിർമ്മിച്ച മതിലുകൾ യോജിപ്പിച്ച് ഒന്നാക്കി ബലപ്പെടുത്താൻ ആരംഭിച്ചത് ഈ കിൻ സാമ്രാജ്യകാലത്താണ്. ഈ മതിലുകളെല്ലാം കൂടി ജോയിൻ ചെയ്യിപ്പിച്ചാണെന്ന് നമ്മൾ കാണുന്ന ഒരു ചൈന മതിൽ എന്നുള്ളത് ഒരു മതിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് ഉണ്ടാക്കുവാൻ വേണ്ടി ഒരുപാട് 5 ലക്ഷത്തോളം കർഷകരും കുറ്റവാളികളുമായിരുന്നു ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിരുന്നത്. ചൈനയിലെ കുറ്റവാളികളും അതുപോലെ തന്നെ പല കർഷകരെയും ഈ ഒരു രാജവംശം, വെയ് രാജവംശമാണ് അന്ന് അധികാരത്തിൽ വന്നപ്പോൾ ഇവരെ കൊണ്ട് മതിലിനായി പണിയെടുപ്പിച്ചിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകൾ പണിയെടുക്കാൻ ഇതിൻ്റെ മതിലിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ആളുകളുടെ മരണം നടന്നിട്ടുണ്ട്. പണിക്കിടെ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടാവും, ഇവരുടെ ഡെഡ് ബോഡി എടുത്തിട്ട് മതിലിൻ്റെ ഫൗണ്ടേഷനിലുള്ള നിക്ഷേപിച്ചിട്ടാണ് ഈ ഒരു മതിലുണ്ടാക്കിയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രമാത്രം സത്യമുണ്ട് എന്നറിയില്ല. ഇങ്ങനെ നമ്മൾ കേട്ടൊരു കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം. കല്ല്, മണ്ണ്, ചുണ്ണാമ്പ്, ഇഷ്ടിക, മരം എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു മതിലുണ്ടാക്കാൻ വേണ്ടി ഉപയോഗപ്പെട്ടിരുന്ന സാധനങ്ങൾ. പല മൃഗങ്ങളെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ഒരു ചൈന മതിലിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ചൈന ഗവൺമെൻറ് അത് നല്ല രീതിയിൽ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇതൊരു അവരുടെ ഒരു ഐക്കൺ എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ട് നടക്കുകയും കൂടി ചെയ്യുകയാണ്. ഇപ്പോൾ ഒരുപാട് സഞ്ചാരികൾ ഇതിലേക്ക് വേണ്ടി ഒഴുകിയെത്തുന്നുണ്ട്. നമുക്ക് തന്നെ ഇവിടെ കാണാം, ഒരുപാട് പേര് ഈ ഒരു മതിൽ അത്ഭുതം കാണുക എന്നുള്ള രീതിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ല വീതിയുള്ള മതിലാണ്. അതായത് ചില ഭാഗങ്ങളിൽ വീതി കുറവുമാണ്. അതായത് നമ്മൾ കയറി വരുന്ന ഭാഗങ്ങളിലൊക്കെ നല്ല വീതിയുണ്ട്. സഞ്ചാരികൾക്കൊക്കെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. നമുക്കിങ്ങനെ നേരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു എൻഡ് വരെ ഇങ്ങനെ കാണാം. അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് നമുക്ക് നടന്നു പോവാം. ആ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ മതിൽ പോകുന്ന ഭാഗങ്ങളൊക്കെ ഒരു വിധത്തിൽപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കാലാവസ്ഥ നമുക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നല്ലപോലെ ആസ്വദിക്കാനും ക്യാമറയിൽ പകർത്താനും പറ്റും. പക്ഷേ നേരെ മറിച്ച് നമ്മളൊരു മഞ്ഞുകാലത്താണ് വന്നതെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നമുക്ക് നോക്കാം, ഒരു യൂറോപ്യൻ ആയിട്ടുള്ളൊരു ആൾ കയറി വരുന്നത്, അയാൾക്ക് നടക്കാൻ തന്നെ വയ്യ. എന്നിരുന്നാലും 2 വടിയൊക്കെ കുത്തിപ്പിടിച്ച് അദ്ദേഹം അതിൻ്റെ മുകളിലേക്ക് കയറി വരികയാണ്. ഏകദേശം ഇതിൻ്റെ മുകളിലേക്ക് കയറി എത്തുക പറഞ്ഞാൽ വളരെ വലിയൊരു പണി തന്നെയാണ്. കാരണം നമുക്ക് നോക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്, നല്ല സുഖമാണ്. പക്ഷെ നടന്ന് കയറി വരുമ്പോൾ നമ്മൾ കിതച്ചൊരു വഴിക്കാവും. കാരണം അതിന് മുകളിലെത്തിയപ്പോൾ തന്നെ നമ്മുടെ ശ്വാസം മുട്ടലും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ഇത് ഏകദേശം ഞാൻ അതിൻ്റെ ഒരു മുകളിലെത്തിയിട്ടുണ്ട്. ഒരു വിധത്തിലൊക്കെ ഞാൻ നടന്ന് കയറി. ഏറ്റവും ഒരു വലിയൊരു പീക്കിന് മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ്. ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, ആ മലയുടെ മുകളിലൂടെ നേർരേഖ പോലെ അതിൻ്റെ മതിലിങ്ങനെ നീണ്ട് ഇങ്ങനെ പോവുകയാണ്. 6000 ചില്ലാൻ കിലോമീറ്ററുള്ളൊരു മതിലാണ് ഇത്. ഇപ്പം ഏകദേശം നമുക്ക് ഇവിടുന്ന് തന്നെ നോക്കിയാൽ കാണാം, അതിലിപ്പോൾ സംരക്ഷിക്കപ്പെട്ട് വന്നത് ഏകദേശം ഒരു 3000 കിലോമീറ്ററോളം മതിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് അറിവ്. എന്തായാലും പലരും കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ വീണ്ടും ഉയരത്തിലേക്ക് കയറി പോവുകയാണ്. പലരും ഇത് മുഴുവനായി നടന്നു വരുന്ന ആളുകളുണ്ട്. ചില സഞ്ചാരികൾ മതിലിന് മുകളിലൂടെ നടന്ന് റൗണ്ട് അടിച്ച് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ചൈനയിലേക്ക് എത്തുന്നവരുണ്ട്. അവരുടെ ഒരു ക്രൈസാണ്. ബ്ലോഗർമാരും അതുപോലെ തന്നെ മറ്റ് സഞ്ചാരത്തോട് താല്പര്യമുള്ള പലരും ഇതിനായിട്ട് കച്ചകെട്ടി വരാറുണ്ട്. ഇപ്പം നോക്കുക, ഇവിടെ എത്തിയ സമയത്ത് മതിലിൻ്റെ വീതി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇതേ രീതിയിൽ നല്ല ടോപ്പിലേക്ക് പോകുന്നതിനനുസരിച്ച് കുറച്ച് വീതിയൊക്കെ കുറയുന്നുണ്ട്. എന്തായാലും നല്ല രസകരമായ ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് വളരെ രസകരമാണ്. ഇതിന് ചുറ്റും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള സീനും കാണാം. നല്ല തണുത്ത കാറ്റും എല്ലാം ഇവിടെ ഉണ്ട്. ഒരു ഗ്രാമത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗം മംഗോളിയ എന്നുള്ള ഒരു രാജ്യമാണ്.
വളരെ രസകരമായ പടിപ്പുരകളും പടിക്കെട്ടുകളും ഒരുപാട് ബിൽഡിങ്ങുകളും ചൈനീസ് വാസ്തുവിദ്യയുടെ രീതിയിൽ തയ്യാറാക്കിയ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഇതിന് ചുറ്റും തന്നെ. ഇത് ആയുധപ്പുരകളും അതുപോലെ സൈന്യത്തിന് വേണ്ട എല്ലാവിധ താമസ സൗകര്യങ്ങളും അതുപോലെ തന്നെ പീരങ്കികളും എല്ലാം ഈ മതിലിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. കാരണം ശത്രുരാജ്യത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഈ ഒരു മതിലിൻ്റെ ലക്ഷ്യം എന്നുള്ളത് അറിയാലോ. അപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരണങ്ങളും തോക്ക് വെക്കാനുള്ള കുഴലുകളും എല്ലാം ഈ മതിലിന് മുകളിൽ റെഡിയാണ്. വളരെ നല്ല രീതിയിലൊരു കൺസ്ട്രക്ഷൻ. ഈ ഒരു കൺസ്ട്രക്ഷൻ തന്നെ ഇപ്പോഴാണ് ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ട്, ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ട് ഒന്ന് സംരക്ഷിച്ച് പോരുന്നത്. ഇതിനു മുമ്പ് ഈ ചൈന മതിലിൻ്റെ പല കല്ലുകളൊക്കെ നാട്ടുകാരൊക്കെ ഇളക്കി കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. കാരണം അവരുടെ വീടുകൾ നിർമ്മിക്കുന്നതിനും മറ്റുമായിട്ട് ഈ മതിൽ നശിപ്പിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഗവൺമെൻറ് ഇതിൻ്റെ ശ്രദ്ധയിലേക്ക് വന്നതും ഇത് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ട തീരുമാനത്തിലേക്ക് എത്തിയതും ഇന്ന് കാണുന്ന രീതിയിൽ വളരെ മനോഹരമായി സംരക്ഷിക്കപ്പെടുന്നതും. വളരെ ചൈനയെപ്പറ്റി നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നൊരു കാര്യമാണ് ഈ മതിൽ. ഈ മതിൽ കാണുക എന്നുള്ളത് ദീർഘകാലത്തെ ഒരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും സാധിച്ചു. ഇതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കാനും അതിൻ്റെ മെമ്മറീസും എപ്പോഴും മനസ്സിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമായിട്ട് തന്നെ എനിക്കിപ്പോഴും തോന്നുന്നു. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു സുവനീർ ഷോപ്പ് ഉണ്ട്. അത് ഏത് സഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലമായാലും അതിനടുത്തൊരു സുവനീർ ഷോപ്പ് എല്ലാ രാജ്യങ്ങളിലും സ്വാഭാവികമാണ്. ഈ സുവനീർ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ചൈന മതിലുമായി ബന്ധപ്പെട്ട ചെറിയ മോഡലുകൾ ലഭ്യമാണ്. സുവനീറായിട്ട് നമുക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റിയ നല്ല മോഡലുകൾ ലഭ്യമാണ്. അതുപോലെ തന്നെ ചൈന മതിലിൻ്റെ ചിത്രമുള്ള ടീഷർട്ടുകൾ, മോതിരങ്ങൾ, അതുപോലെ തന്നെ മാലകൾ, ഇങ്ങനെയുള്ള പല ഐറ്റംസും പേഴ്സുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടുന്ന് എൻ്റെ ആകർഷിച്ചൊരു സംഭവം, ഇതിൻ്റെ ഒരു ചെറിയൊരു മൈനേച്ചർ രൂപം വാങ്ങിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടുന്ന് വാങ്ങിച്ചു. വലിയ വിലയൊന്നുമില്ല. നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ കുറച്ച് ചീപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു വിലയൊന്നുമില്ല. നമ്മുടെ ഒരു 500 രൂപ 600 രൂപ റേഞ്ച് ഉണ്ടെങ്കിൽ നല്ല ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള നല്ലൊരു ക്രിയേഷൻ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും അവിടെ നിന്ന്. അത് കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ചൈന മതിലിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇനി ഭക്ഷണം കഴിക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു മാളിലേക്കാണ് കയറിയത്. ഈ ഒരു മാളിൽ പല ചൈനീസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ട് ഇതിൻ്റെ ഒന്ന് ചുറ്റി നടന്നു. ക്യാമറയിലെല്ലാം ഒന്ന് പകർത്തുക, ഇവിടുത്തെ മാളുകളിലുള്ള പർച്ചേസിങ് ഐറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നോക്കുക, പകർത്തുക എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. അങ്ങനെ റെസ്റ്റോറൻറ്റിലെത്തി. റെസ്റ്റോറൻറ്റിൽ വിവിധങ്ങളായ മെനുകൾ, വിവിധങ്ങളായ ഐറ്റംസൊക്കെ വെച്ചുകൊണ്ടുള്ള പല ഭക്ഷണങ്ങളും കണ്ടു. അത് വിളമ്പി കൊടുക്കുന്നതും അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾ കഴിക്കുന്ന രീതിയും, സ്റ്റിക്കി റൈസ്, സ്റ്റിക്കിൽ എങ്ങനെയാണ് ചോറ് കഴിക്കുക എന്നുള്ളത് ഒക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. സ്റ്റിക്കി റൈസിൽ ആ സ്റ്റിക്ക് ഉപയോഗിച്ച് 2 വടി ഉപയോഗിച്ചിട്ടാണ് ഇവർ ഭക്ഷണം കഴിക്കുക. ചൈനക്കാരുടെ മെയിനായിട്ടുള്ള ഭക്ഷണ രീതി അങ്ങനെയാണ്. ആ ഭക്ഷണ രീതികളൊക്കെ കണ്ടു. അങ്ങനെ ഓരോ ടേബിളിനടുത്തു കൂടെയും പോകുന്നുണ്ട്. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. മീനുണ്ട്, അതുപോലെ തന്നെ മറ്റ് എന്തൊക്കെയോ ജീവികളുടെയൊക്കെ ഇറച്ചികളൊക്കെ ഉണ്ട് അവിടെ. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. കുറേ മസാലയൊക്കെ സ്പൈസസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും എന്നെ അങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. കാരണം ഞാൻ ക്യാമറ എടുത്ത് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ. എനിവേ അതൊക്കെ നോക്കി കണ്ട് നമുക്ക് ഒരു ഇന്ത്യൻ ടൈപ്പ് ഫുഡാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് കഴിക്കുക എന്നുള്ളത്, എനിക്ക് അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. ഏതെങ്കിലും രാജ്യത്ത് പോയാൽ ആ രാജ്യത്തിൻ്റെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീണ്ടും പുറത്തിറങ്ങി. ഇനി നമ്മൾ സിറ്റിയിലൂടെ ആണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ബീജിങ്ങിലെ ഒളിമ്പിക്സ് നടന്ന സ്റ്റേഡിയം ഒന്ന് കാണുക എന്നുള്ളതാണ് അടുത്ത ടാർഗറ്റ്. മനോഹരമായൊരു ക്രിയേഷനാണ് ബീജിങ്ങിലെ ഒരു ഒളിമ്പിക് സ്റ്റേഡിയം എന്ന് പറയുന്നത്. നമ്മുടെ റോഡുകളൊക്കെ നോക്കുക, നമുക്ക് ശരിക്കും എയർപോർട്ടിൻ്റെ റൺവേ ആണ് നമ്മളുടെ മനസ്സിൽ വരിക. അത്രയ്ക്കും വിശാലവും വലിയതുമായ റോഡുകൾ, എയർപോർട്ട് റൺവേ പോലെയുണ്ട്.
അത്രയ്ക്കും നല്ല സൗകര്യങ്ങളും ജീവിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ചൈനയിലുണ്ട്. പക്ഷെ ഒന്ന് മാത്രമേ അവിടെ ഇല്ലാത്തുള്ളൂ. നമുക്കുള്ള ഒന്ന് അവിടെ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇത് സ്വാതന്ത്ര്യമാണ്. നമുക്ക് ഓരോ വ്യക്തി സ്വാതന്ത്ര്യം എന്നൊരു സംഭവം നമ്മുടെ രാജ്യത്ത് നമുക്ക് വേണ്ടുവോളമുണ്ട്. പക്ഷേ ചൈന എന്ന രാജ്യത്ത് വ്യക്തി സ്വാതന്ത്ര്യം വളരെ കുറവാണ്. That we gave you the meeting point at the time. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഒളിമ്പിക് പാർക്കിലെത്തി. അതായത് ഒളിമ്പിക് സ്റ്റേഡിയം അതുമായി ബന്ധപ്പെട്ട ഒരു പാർക്കുമാണിത്. കുറേ പേര്, അതിന് പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടതില്ല ഇവിടെ, കാരണം അത് ഓപ്പൺ പാർക്കാണ്. ഇവിടെ വരുന്ന പബ്ലിക് വൈകിട്ട് അവിടുത്തെ എല്ലാ ആളുകളും ഒത്തുകൂടുന്ന ഒരു സ്ഥലവുമാണത്. ഒരുപാട് ഏരിയ ഉണ്ട്, കിലോമീറ്റർ കണക്കിന് ഏരിയ ഉണ്ട്. ഒരുപാട് സൗകര്യങ്ങളും സഞ്ചാരികൾക്കായിട്ടുള്ള ചെറിയ ട്രെയിനുകളും അതുപോലെ തന്നെ ചെറിയ ബാറ്ററി ബസ്സുകളും ഇതൊക്കെ ഇതിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. കുറേ കുട്ടികളും എല്ലാവർക്കും കളിക്കാനുള്ള സൗകര്യങ്ങളും ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ പ്രത്യേകമായി പറയേണ്ട ഇവിടുത്തെ ടോയ്ലറ്റ് സൗകര്യങ്ങളാണ്, ഇലക്ട്രോണിക് ടോയ്ലറ്റുകളും. നമ്മുടെയൊക്കെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ടോയ്ലറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയാണ്. വരുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ ഹൈടെക് സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അധിക ലൈറ്റുകളും എല്ലാം സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ദൂരെ നോക്കിയാൽ കാണാം, ഒരു പക്ഷിക്കൂടിൻ്റെ ഷേപ്പിൽ ഒരു സ്റ്റേഡിയം നമുക്കവിടെ കാണാം. ഇവിടെ തന്നെ നോക്കിയാൽ കാണാം. വളരെ മനോഹരമായ ഒരു കൺസ്ട്രക്ഷൻ രീതിയിലൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിവിടെ ഇതിനകത്തേക്ക് ഈ പാർക്കിലൂടെ നടന്ന് കയറുന്നത് ഓരോരോ ഗേറ്റിലൂടെയാണ്. ഈ ഗേറ്റിലൊക്കെ ഓരോരോ ഗേറ്റിൽ കിടക്കുന്നതിനനുസരിച്ച് ഓരോരോ ഗേറ്റിനകത്തും ഓരോരോ ഷോപ്പുകളുണ്ട്, സുവനീർ ഷോപ്പുകൾ, അതുപോലെ തന്നെ ചോക്ലേറ്റ് ഷോപ്പുകൾ. ഇതെല്ലാം കടന്നുകൊണ്ടാണ് നമ്മളിതിലേക്ക്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടോയ്ലറ്റ് സൗകര്യങ്ങൾ വളരെ ഹൈടെക് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നമ്മളുടെ ആ ഗേറ്റുകളുടെ കാര്യമാണ്. ഈ ഗേറ്റുകൾക്കുള്ളിലൂടെ കടന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേഡിയത്തിനടുത്തേക്ക് നമ്മൾ നീങ്ങുന്നത്. ഓരോ ഗേറ്റിനകത്തും ഒരുപാട് സുവനീർ ഷോപ്പുകളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പർച്ചേസിങ് സൗകര്യങ്ങളും അതുപോലെ തന്നെ ചെക്കിങ്ങുമുണ്ട്. അതായത് സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞാണ് നമ്മൾ ആ സ്റ്റേഡിയത്തിന് സമീപത്തേക്ക് വിടുന്നത്. വളരെ സെക്യൂരിറ്റി പ്രദാനം ചെയ്യുന്നൊരു സ്ഥലം തന്നെയാണത്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഫോട്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഒളിമ്പിക് പാർക്കിൻ്റെ ഒരു എൻട്രി ഗേറ്റ്. ഇതുപോലുള്ള 2-3 എൻട്രി ഗേറ്റ് ഉണ്ട്. കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഇതിന് ചുറ്റുമുണ്ട്. ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഓരോ കൺസ്ട്രക്ഷൻ രീതികൾ നോക്കുക. ഇതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ ഇനിയും കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞത്. കൺസ്ട്രക്ഷനും എഞ്ചിനീയറിങ്ങിൻ്റെയും വൈദഗ്ധ്യങ്ങൾ കാണാനിരിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഓരോ ഗേറ്റിനകത്തു കൂടെ കയറി സെക്യൂരിറ്റി ചെക്കിങ് ആവശ്യമുണ്ടെങ്കിൽ അവർ സെക്യൂരിറ്റി ചെക്ക് ചെയ്യും. ബാഗുകളൊക്കെ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അകത്തേക്ക് കയറ്റുന്നുള്ളൂ. ഇത് രണ്ടാമത്തെ ഒരു ഗേറ്റാണ്. ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള കുറേ സൗകര്യങ്ങൾ. ഇതൊക്കെ ചൈനയിലെ പ്രസിദ്ധമായ അവരുടെ ഓരോ കാർട്ടൂൺ ആർട്ടിക്കിൾസാണ്. അതുപോലെ തന്നെ അവരുടെ ശില്പങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ അതിനകത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ നോക്കുക, പല സ്ഥലങ്ങളിലും ഇതുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇതിന് താഴെ കൂടെ റോഡാണ് പോകുന്നത്. ഇത് ശരിക്കും റോഡിന് മുകളിലൂടെയാണ്. ഇത് നോക്കുക, ഞാനൊരു ഗേറ്റിനകത്തേക്ക് കയറി. ഈ ഗേറ്റിനകത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള സൗകര്യങ്ങൾ, സൂവനീർ ഷോപ്പും എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുക്കാം. ഡ്രസ്സുകളൊക്കെ നമുക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ എല്ലാ ക്രെഡിറ്റ് കാർഡും എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന സൗകര്യം തന്നെയാണുള്ളത്. ഡ്രിങ്കിങ് വാട്ടർ വേണമെങ്കിൽ വാങ്ങിക്കാം. എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെ ഇത് ഓരോരോ ഗേറ്റുകൾ നമ്മൾ കഴിഞ്ഞ് ഓരോരോ ഗേറ്റുകളും കടന്നുകൊണ്ട് നമ്മൾ ലാസ്റ്റ് നമ്മുടെ സ്റ്റേഡിയത്തിന് സമീപത്തായിട്ട് എത്തി. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് കാണാം.
ഇതിന് താഴെ കൂടെ പോകുന്ന റോഡാണിത്. റോഡിൽ ഹൈടെക് വാഹനങ്ങൾ തന്നെയാണ്. ചെറിയ വാഹനങ്ങളൊന്നുമില്ല, എല്ലാം നല്ല വലിയ SUV-കളും സെഡാൻ കാറുകളും ഒക്കെ നിരന്നൊഴുകയാണ്. സാമ്പത്തികമായ അത്രയും ഉന്നത രീതിയിലുള്ള രാജ്യത്തിൽ കാണുന്ന എല്ലാ കാഴ്ചകളും ഇവിടെയുണ്ട്. ചൈനയുടെ സമ്പന്നത അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ബിൽഡിങ്ങിൻ്റെ ഒരു ഏകദേശം അടുത്തുനിന്നുള്ളൊരു ദൃശ്യമാണത്. ഇതിന് താഴെ കൂടെയുള്ള റോഡുകളിലുള്ള കാഴ്ചകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പലരും. അവിടെ നിന്ന് സെൽഫി എടുക്കാനൊക്കെയുള്ള തിരക്കാണ്. ഇവിടുന്ന് സെൽഫി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേഡിയം കൃത്യമായിട്ട് അതിനകത്ത് പതിയും എന്നുള്ളത് കൊണ്ട് തന്നെ പലരും ഇവിടെ തന്നെ നിന്ന് തമ്പടിച്ചിട്ടുണ്ട്. നല്ല രസകരമായ സ്ഥലം, വളരെ വിശാലമായ റോഡുകൾ, വളരെ വിശാലമായ പാർക്കുകൾ എല്ലാം വളരെ രസകരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ സമയം നടന്ന് ഞാൻ ആ സ്റ്റേഡിയത്തിൻ്റെ സമീപത്തേക്ക് എത്തി. ഇത് വലിയൊരു സ്റ്റേഡിയമാണ്. അറൗണ്ട് 91,000 ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റിയ വലിയൊരു സ്റ്റേഡിയമാണിത്. 2008 നടന്ന ബീജിംഗ് ഒളിമ്പിക്സിന് വേണ്ടിയാണ് ഈ ഒരു സ്റ്റേഡിയം തയ്യാറാക്കിയത്. വളരെ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു വൈദഗ്ധ്യം തന്നെയാണ് ഇത് രാത്രി കാണുമ്പോൾ കുറച്ചും കൂടി, അതായത് ഇതിൽ വർക്ക് നടക്കുന്ന സമയത്ത്, മീൻസ് എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് ഈ സ്റ്റേഡിയത്തിൻ്റെ ഫുൾ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ഇത് കാണുക എന്നുള്ളത് വളരെ ഭംഗിയുള്ളൊരു കാര്യമാണെന്ന് അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു തന്നു. കുറച്ചുകൂടി അടുത്തേക്ക് പോയിട്ട് ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ക്യാമറയിൽ പകർത്തുക എന്നുള്ള ലക്ഷ്യം കൂടെ തന്നെയാണ് പോയത്. ഇതിൻ്റെയൊക്കെ എൻട്രി ചെയ്യാനുള്ള സ്റ്റെയർ കേസൊക്കെയാണ് ഇത്. 2 ഫ്ലോർ ഉണ്ടെന്ന് തോന്നുന്നു, 2 3 ഫ്ലോർ ഉണ്ടെന്ന് തോന്നുന്നു. അതിലേക്കുള്ള എൻട്രി പോയിൻ്റാണ്. സ്റ്റേഡിയത്തിനകത്ത് കയറിയിട്ട് നമുക്ക് കാണാനുള്ള സൗകര്യമില്ല, കാരണം ഇത് ക്ലോസ്ഡ് ആണ്. ഇത് പ്രോഗ്രാം ഉള്ള സമയത്ത് മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. പുറത്തുനിന്നുള്ള വ്യൂ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. എന്നിരുന്നാലും വളരെ രസകരമായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ രീതിയാണ്. കാരണം ഓരോരോ കമ്പ് പോലെ, അതായത് പക്ഷിക്കൂട് പോലെ, കമ്പുകൾ ചേർത്ത് വെച്ച പക്ഷിക്കൂട് പോലെയാണ് ഇതിൻ്റെ ഒരു ഡിസൈന്. ആ രീതിയിൽ അത് ഡിസൈൻ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നോക്കുക, ഇവിടെ വെക്കുന്ന ലൈറ്റുകളും എല്ലാം സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്.
അതായത് എനർജി പരമാവധി സംരക്ഷിക്കുന്ന കാര്യത്തിലും ചൈന എത്രയോ മുന്നിലാണ്, നമ്മളെക്കാളും എത്രയോ മുന്നിൽ. ലോകത്തിൽ തന്നെ ഏറ്റവും മുന്നിൽ അവർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇലക്ട്രിക് കണക്ഷൻസ് എല്ലാം വരുന്നത് സോളാർ സിസ്റ്റങ്ങളും അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. വളരെ എല്ലാ തരത്തിലുമുള്ള നല്ല സൗകര്യം, ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറും അനുബന്ധ കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. വലിയ വിശാലമായൊരു ഏരിയ ഒക്കെയാണ്. കുട്ടികളെയൊക്കെ സംബന്ധിച്ച് വളരെ വിശാലമായ കളിസ്ഥലം എന്ന് തന്നെ പറയാം. ഇഷ്ടം പോലെ ഏരിയ ഉണ്ട്. സ്കേറ്റിംഗ് നടത്താനും അതുപോലെ തന്നെ പല കളികൾക്കും ഫോട്ടോ എടുക്കാനും ഒത്തുകൂടാനും ഒക്കെ പറ്റിയ നല്ലൊരു ഗ്രൗണ്ട് പോലെ തന്നെ വളരെ വിശാലമായുള്ള ഏരിയ ആണ്. വളരെ സൗകര്യവും സുരക്ഷിതവും ഒക്കെയാണ്. മറ്റു വാഹനങ്ങളുടെ തിരക്കുകളൊന്നുമില്ല. ആകെ അതിലൂടെ പോകുന്ന ഇലക്ട്രിക് വാഹനങ്ങളാണ്. അത് സഞ്ചാരികളെയും കൊണ്ട് തലങ്ങും വലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിനിൻ്റെ ഷേപ്പിലും അതുപോലെ തന്നെ മറ്റ് ഷേപ്പുകളിലൊക്കെ ഉള്ള വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. The bus for 150 per person is provided. Dear visitors, as you see, blue color bubble. Once the rain or snow, the surface will accept 20 times recycling. That would 2.6 billion for the government. ബീജിങ്ങിലെ എൻ്റെ യാത്രയുടെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. ഇനിയിപ്പം ഏതെല്ലാം കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇനി സിറ്റി ഒന്ന് കറങ്ങണം, സിറ്റിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം, രാത്രി കാഴ്ചകളൊക്കെ ഒന്ന് കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്. അതായത് രാത്രി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തുള്ളൊരു ഹോട്ടലൊക്കെ ഓപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ സിറ്റിയിലുള്ള ലൈറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്യാമറയിൽ പകർത്തണം എന്നൊക്കെയാണ് ലക്ഷ്യം. കാരണം ഇന്ന് ബീജിങ്ങിലെ അവസാന ദിവസമാണ്. ഇനി ബീജിങ്ങിൽ വരുമോ എന്ന് പോലും അറിയില്ല. നാളെ രാവിലെ തന്നെ ഷാങ്ഹായിലേക്ക് മൂവ് ചെയ്യേണ്ടതുണ്ട്. ഷാങ്ഹായ് ഇവിടുന്ന് കുറേ ദൂരമാണ്. നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ പിടിച്ചാണ് അതിലേക്ക് പോകുന്നത്. അത് നമ്മുടെ അടുത്ത ചാപ്റ്ററിൽ ബുള്ളറ്റ് ട്രെയിൻ സംബന്ധിച്ച യാത്രയുടെ എല്ലാ വിശദീകരണങ്ങളും അടുത്ത ചാപ്റ്ററിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഷാങ്ഹായിലേക്കുള്ള യാത്രയുടെ എല്ലാ കാര്യങ്ങളും. അത്രയും ഹൈടെക് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. ഹൈടെക് ആയിട്ടുള്ള സിറ്റിയുടെ എല്ലാവിധ സൗകര്യങ്ങളും ഒന്ന് ആസ്വദിക്കണമെന്നുണ്ട്. ഇവിടുത്തെ മനോഹരമായ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണണമെന്നുണ്ട്. രാത്രി കാഴ്ചകളിലേക്ക് നിങ്ങളെവരെയും ക്ഷണിക്കണം. അതെല്ലാമാണ് ഉദ്ദേശം. വാഹനങ്ങളുടെ നിര നോക്കുക. എല്ലാവിധ രാജ്യങ്ങളിലും നേരിടുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ഈ ട്രാഫിക് ജാം എന്ന് പറയുന്നത്. അത് ഷാങ്ഹായിലുമുണ്ട്, അതുപോലെ തന്നെ ബീജിങ്ങിലുമുണ്ട്, അതുപോലെ മറ്റെല്ലാ രാജ്യങ്ങളിലുമുണ്ട്. സോ
ആ ഭംഗികളൊക്കെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം നമുക്ക് കാണാം സൈക്കിളുകൾക്ക് ഇവിടെ പ്രത്യേകമായിട്ട് ട്രാക്കാണ്. നിങ്ങൾക്ക് തന്നെ കാണാം, ഒരു ചുവപ്പ് കളറിൽ ആ റോഡിന് മുകളിൽ സൈക്കിളിൻ്റെ ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ടാവും. ആ ട്രാക്കിലൂടെ സൈക്കിളുകൾക്ക് മാത്രമേ യാത്ര അനുവദിക്കുകയുള്ളൂ. ടൂ വീലറുകളാണെങ്കിൽ ടൂ വീലറുകൾക്ക് മാത്രമായിട്ടൊരു ട്രാക്ക് അധിക റോഡുകളിലും ഉണ്ട്. പിന്നെ പാർക്കിങ്ങിനാണെങ്കിൽ പാർക്കിംഗ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ച സ്ഥലത്ത് മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ കേട്ടൊരു കാര്യം, ഇവിടെ കാറ് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ചിലവിൽ കാർ ഓൺ ചെയ്യാം. പക്ഷേ കാറ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് അവിടെ ഒരു കാർ പോർച്ച് ഉണ്ടായിരിക്കണം, കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. കാറ് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉള്ള ആളുകൾക്ക് മാത്രമേ കാറ് വാങ്ങിക്കാൻ കഴിയുള്ളൂ ഞാൻ അന്വേഷിച്ചപ്പോൾ കേട്ടൊരു കാര്യം. അതിന് എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ട് എന്നറിയില്ല. എന്നിരുന്നാലും അത് ഏറ്റവും വില എന്ന് പറയുന്നത് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസിനാണ് കാറിനേക്കാളും എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ചില നിയന്ത്രണങ്ങളൊക്കെ ഇവിടെ വരുത്തിയിരുന്നു. ഒറ്റക്ക സംഖ്യയുള്ള കോവിഡ് സമയത്ത് നമ്മുടെ കേരളത്തിലും കൊണ്ടുവന്നിരുന്നു. ഒറ്റക്ക സംഖ്യയുള്ള വാഹനങ്ങൾ ഒരു ദിവസം നിരത്തിലിറങ്ങുക, അതുപോലെ തന്നെ ഇരട്ടക്ക സംഖ്യ മറ്റൊരു ദിവസം നിരത്തിലിറങ്ങുക. ഇതൊക്കെ ഇവിടെ ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നൊരു സിസ്റ്റം തന്നെയാണ്. എന്നിരുന്നാലും സിറ്റിയുടെ കാഴ്ചകളിലൂടെ ഒന്ന് മുന്നോട്ട് നീങ്ങുക, എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കുക. എത്ര രസകരമാണെന്ന് നോക്കൂ. ഇതൊരു TV ഡൈനിങ് റൂമിൽ വെച്ചതല്ല, ഇതൊരു ബിൽഡിങ്ങിൻ്റെ റൂഫാണ്. ആ ബിൽഡിങ്ങിൻ്റെ റൂഫ് മുഴുവനായും LED സ്ക്രീനുകളാൽ കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്ത് TV ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ ലൈവായിട്ട് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ റൂഫുകളിൽ അക്വേറിയത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ചാനലുകളുടെ നാഷണൽ ജോഗ്രഫി പോലുള്ള ചാനലുകളുടെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഷോ ചെയ്ത് വരുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഇത് നൈറ്റിലുള്ള നല്ല രസകരമായൊരു കാഴ്ചയാണ്. നോക്കുക, ഫിഷുകളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പല പടത്തിലെ സിനിമകളിലെ ഭാഗങ്ങളൊക്കെ അതിനകത്ത് കൂടെ കാണിക്കുന്നുണ്ട്. ഇത് സിറ്റിയുടെ ഒരു രാത്രി കാഴ്ചയാണ്, നല്ല രസകരമായ ഒരു രാത്രി കാഴ്ചയാണ്. സിറ്റിയിലുള്ള ജനങ്ങളുടെ ജീവിത രീതിയും അതുപോലെ തന്നെ കടകളും എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ രസകരമായി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാണുക. ചൈനയിലെ ബീജിംഗ് നഗരത്തോട് വിട പറയാനുള്ള അവസാന രാത്രിയാണിത്. അപ്പം നാളെ അതിരാവിലെ എഴുന്നേറ്റ് ബുള്ളറ്റ് ട്രെയിൻ പിടിച്ചുകൊണ്ട് നേരെ ഷാങ്ഹായിലേക്ക് മൂവ് ചെയ്യണം.
അപ്പോൾ ബുള്ളറ്റ് ട്രെയിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് വിശദമായി പറയാനുണ്ട്. അത് നമ്മുടെ അടുത്ത ചാനലിൽ അടുത്ത ചാപ്റ്ററിൽ വളരെ വിശദമായ രീതിയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബുള്ളറ്റ് ട്രെയിനായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ചാപ്റ്റർ തന്നെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അത് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതുവരെ ഞാൻ സൈനിങ് ഓഫ് ചെയ്യുകയാണ്. ഇനി അടുത്ത ബുള്ളറ്റ് ട്രെയിനിൻ്റെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.